നമസ്കാരം. ഞാൻ സിബിക്കുട്ടി ഫ്രാൻസിസ്, വർക്കിംഗ് പ്രസിഡന്റ്, കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ (IETUC). ഇന്നലെ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഒരു വോയിസ് കേൾക്കാൻ ഇടയായി. അപ്പോൾ അതിന് മറുപടി കൊടുക്കണമെന്ന് നമ്മുടെ അംഗങ്ങളായിട്ടുള്ള പലരും ആവശ്യപ്പെട്ടു. അതുകൊണ്ട് മാത്രമാണ് ഒരു മറുപടി കൊടുക്കുന്നത്. അതല്ലാതെ ഈ NCCOക്കാർക്ക് നമ്മളങ്ങനെ മറുപടി കൊടുക്കാറില്ല. NCCOE കേരള ചാപ്റ്ററിൻ്റെ കൺവീനർ എന്ന് പറഞ്ഞാണ് വോയിസ് കേട്ടത്. പറഞ്ഞ ആൾ എനിക്കറിയാം, അതിൻ്റെ കൺവീനർ തന്നെ നമ്മുടെ ഒരു അടുത്ത സുഹൃത്താണ്. അദ്ദേഹം ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. എല്ലാം അംഗീകരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ എല്ലാ കഴിവുകളെയും അംഗീകരിക്കുന്നു. പിന്നെ അദ്ദേഹം ഇടയ്ക്ക് പറയുന്നുണ്ട്, എൻ്റെ വീഡിയോയ്ക്ക് മറുപടി ഇല്ല, എന്നാൽ പോലും ആ വീഡിയോ ഇറക്കുമ്പോൾ എൻ്റെ നിലവാരം അങ്ങ് താന്നു പോകുന്നൊക്കെ അദ്ദേഹം പറയുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ജീവനക്കാരൻ അനലൈസ് ചെയ്താൽ എൻ്റെ നിലവാരം താന്നു പോകുന്ന, അങ്ങനെ താന്നു പോകുന്നെങ്കിൽ അങ്ങ് പൊക്കോട്ടെ. തുമ്മിയാത്തിരിക്കുന്ന മൂക്കാണ് പിന്നെ എന്തിനാ, അത് പോട്ടെ. അപ്പോൾ അങ്ങനെയൊന്നും താന്നില്ല. തൊഴിലാളികളൊക്കെ ഇത് അനലൈസ് ചെയ്ത് അവരെല്ലാം പഠിച്ചിരിക്കുന്നവരാണ്. പ്രിയപ്പെട്ട എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ധരിക്കുന്ന പോലെ തൊഴിലാളി ഇതൊന്നും അറിയത്തില്ലാത്തവരൊന്നും അല്ല. പിന്നെ പലരും നിങ്ങളെ പേടിച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ കാര്യത്തിലേക്ക് വരാം. പിന്നെ NCCOE എന്ന് പറയുന്നത് സംഘടനയാണെന്നൊക്കെ അദ്ദേഹം പറയുന്നത്. അത് സംഘടനയാവുന്നത് എങ്ങനെയാണ്? അദ്ദേഹം വർക്കേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹി, ഫെഡറേഷനുണ്ട്, അതിനകത്ത് ഓഫീസേഴ്സ് അസോസിയേഷനുണ്ട്, ഇങ്ങനെ പല സാധനങ്ങളുമുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെ ഇതൊരു സംഘടനയാവുന്നേ? അതെന്താണെന്ന് പോലും അദ്ദേഹത്തിന് അറിയത്തില്ലാതാണോ, അത് ഇനി അറിയത്തില്ല എന്ന് അറിയാമായിട്ടും അത് നടിക്കുന്നതാണോ എന്നറിയില്ല. അതിനകത്ത് ഏതോ ഒരു INTUC ഉണ്ടെന്നാണ് പറയുന്നത്. INTUC സംസ്ഥാന കമ്മിറ്റി തന്നെ CITയുമായിട്ടുള്ള ബന്ധം ഡൈവേഴ്സ് ചെയ്തിപ്പം ഈ കഴിഞ്ഞ പൊതുപണ മുടക്കിൽ അവർ ഒറ്റയ്ക്ക് മത്സരിച്ചത് ആണല്ലോ. അപ്പോൾ പിന്നെ അതിന് ഈ NCCOE എന്ന് പറയുന്നത് CIT ഉൾപ്പെടെയുള്ള ആ പ്രസ്ഥാനത്തിൻ്റെ കൂട്ടായ്മയ്ക്കകത്ത് ഒരു INTUC ഉണ്ടെന്ന് പറഞ്ഞാൽ അത് INTUC ഒന്നും ആയിരിക്കില്ല. അങ്ങനെയൊന്നും പറഞ്ഞ് INTUCയുടെ പേരൊന്നും നിങ്ങൾ മോശമാക്കാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല കേട്ടോ. പിന്നെ ഈ പെൻഷൻകാർക്ക് എന്തോ ക്രെഡിറ്റ് ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞെന്നാണ് പറഞ്ഞത്. ഞാൻ പെൻഷൻ സംഘടനയുടെ വക്താവൊന്നുമല്ല. ആഗസ്റ്റ് 7 ഉത്തരവിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. അദ്ദേഹം വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം, അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടെന്നും എനിക്കറിയാം. അദ്ദേഹം ഉത്തരവ് വായിച്ചാൽ മനസ്സിലാകാത്ത ആളാണെന്നൊന്നും ഞാൻ പറയത്തില്ല. അദ്ദേഹം പറഞ്ഞതും ശരിയാണ്. 29/7/2024 ബോർഡ് ഉത്തരവനുസരിച്ച് DADRന് കുടിശ്ശിക കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ആണല്ലോ. അദ്ദേഹം പറഞ്ഞത് തന്നെ ഞാനും പറയുന്നു. അപ്പോൾ 29/7/2024 കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷമായില്ലേ പ്രിയ സുഹൃത്തെ. അപ്പോൾ ഈ 1 വർഷം കഴിഞ്ഞിട്ടും അരിയർ ആർക്കെങ്കിലും കിട്ടിയോ? എനിക്ക് കിട്ടിയില്ല കേട്ടോ. സഖാവിന് കിട്ടിയോ? അതുപോലെ നമ്മുടെ മറ്റ് സുഹൃത്തുക്കൾക്ക് കിട്ടിയോ? തൊഴിലാളിക്കൊന്നും കിട്ടിയില്ലല്ലോ. ബോർഡ് ഓർഡർ ഇറക്കിയിരിക്കുക. എന്നിട്ട് ആ ഓർഡർ ഒതുക്കി വെച്ചിരുന്നു. ഞങ്ങളാണത് പുറത്തെടുത്തത്. ഞങ്ങൾ ആ ഓർഡർ വെച്ച് ബോർഡിന് കത്ത് കൊടുത്തു, MISന് കത്ത് കൊടുത്തു. കാരണം എന്താ? ബോർഡ് ഓർഡർ ആയിക്കഴിഞ്ഞാൽ ബോർഡ് ഓർഡർ നടപ്പിലാക്കാനുള്ളതല്ലേ. ബോർഡിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ബോർഡ് ഓർഡർ ഇറക്കിയിട്ട് അത് നടപ്പിലാക്കാതിരിക്കുന്നു 1 വർഷമായിട്ട്. അപ്പം അതിനുവേണ്ടി ഞങ്ങൾ കത്ത് കൊടുത്ത് അതുകൊണ്ടാണ് ഞങ്ങൾ കേസിന് പോകാത്ത വിഷയത്തിൽ. കാരണം ബോർഡ് ഓർഡർ ഇറക്കിയതാണത്. ബോർഡ് തരാൻ ബാധ്യസ്ഥമാണ്. MISൻ്റെ ഡയറക്ടറോട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ പ്രോഗ്രാമിൽ പെടുത്തിയാൽ മതി, സംഗതി അടുത്ത ബില്ല് എഴുതുമ്പോൾ ശമ്പള ബില്ലിൽ വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നത് എനിക്കൊരു ഡയറക്ഷൻ കിട്ടാതെ പറ്റില്ല എന്ന്. പിന്നെ രണ്ടാമത് ഇറക്കിയ DAക്ക് നിങ്ങൾ അരിയറും പറഞ്ഞിട്ടില്ല. DAക്ക് അരിയർ കൊടുക്കണ്ടേ സഹോദര? തിന്നാൻ എന്നൊക്കെ ഏതാണ്ട് പ്രിയപ്പെട്ട സുഹൃത്തൊരു വാക്ക് ഉപയോഗിക്കുന്നത്, അതൊക്കെ അങ്ങനെയൊന്നും പറയല്ലേ. തൊഴിലാളിക്ക് DA അവകാശപ്പെട്ടതാണ്. ഭക്ഷണം കഴിക്കാനോ അല്ലെ ജീവിക്കാനോ ആശുപത്രി പോകാനോ ഒക്കെയാണ്. അതിനെ തിന്നാൻ എന്നൊക്കെ എന്തോ പറയുന്നത് കേട്ടു, പോട്ടെ, അദ്ദേഹം അറിയാതെ പറഞ്ഞു പോയതാണ്. നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ വാക്കുകളെ അറിയാതെ വന്നു പോകും, അതുകൊണ്ട് പറ്റിപ്പോയതാണ്, തെറ്റൊന്നുമില്ല. അപ്പോൾ രണ്ടാമത്തേനും അരിയർ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ DAയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് ഇനിയും DA കിട്ടാൻ പോകുന്നല്ലേ ഞാൻ പറഞ്ഞേ. അടുത്ത ബോർഡ് മീറ്റിംഗ് ചിലപ്പോൾ നിങ്ങൾ ഒരു DA, സർക്കാർ ഇപ്പോൾ ഓരോന്ന് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പ്രഖ്യാപിക്കും. ഈ ചാറ്റൽ മഴ പോലെ 5-6 DA പെൻഡിങ് ഉള്ളപ്പോൾ ഓരോന്ന് ചാറ്റൽ മഴ പോലെ പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ. അത് അടുത്തതിൽ വരുമായിരിക്കും. വരുമ്പോൾ അത് ഞങ്ങളുടേതാണെന്ന് വരുത്താൻ വേണ്ടി നിങ്ങളൊരു മീറ്റിംഗ് വിളിച്ചതാണ്. പിന്നെ കുടിശ്ശിക കൊടുക്കാൻ വേണ്ടി പെൻഷൻ കൂട്ടായ്മക്കാർ കോടതിയിൽ പോയി. കോടതി പറഞ്ഞുകൊണ്ട് ഇനിയും കൊടുക്കാതിരിക്കാനേ പറ്റത്തില്ല. ബോർഡ് ഓർഡർ നടപ്പിലാക്കണ്ടേ? ബോർഡ് ഓർഡർ നടപ്പിലാക്കേണ്ടത് നിങ്ങളാണ്. അതിന് കോടതി പോകേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ 1 വർഷമായിട്ടും കൊടുക്കാതിരുന്നോണ്ടാണ്. ഞങ്ങളിപ്പോൾ 4 മാസം മുമ്പ് ഈ ഓർഡർ തപ്പിയെടുത്ത് ബോർഡിന് കൊടുത്തു. അതുകൊണ്ടാണ് ഞങ്ങൾ കേസിന് പോയിരുന്നത്. അത് കൊടുക്കുമെന്നും കണ്ടാണ് ഞങ്ങൾ ഇരുന്നത്. ഏതായാലും പെൻഷൻ കൂട്ടായ്മ കേസിന് പോയി, നല്ല കാര്യമാണ്. കാരണം കോടതി പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അത് ആ കുടിശ്ശിക കിട്ടുന്നെങ്കിൽ അത് കോടതി പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ഇതിന് തർക്കമൊന്നും ഇല്ല. അതിനകത്ത് ക്രെഡിറ്റ് ഒന്നും വെക്കാൻ 8 കാലി മമ്മുഞ്ഞ് തകയാൻ നിങ്ങളെ ഞങ്ങൾ അനുവദിക്കില്ല. പിന്നെ മാസ്റ്റർ ട്രസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു. UDF കാലത്ത് 100% ഡ്യൂട്ടി നമുക്ക് എടുക്കാൻ പറഞ്ഞതല്ലേ. അതുപോലെ തന്നെ 2016 പെൻഷൻ മാസ്റ്റർ ട്രസ്റ്റിൻ്റെ ഇൻകം ടാക്സ് എക്സംഷൻ കിട്ടിയത്. UDF ഭരണം പോയി കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പോൾ അതിന് ശേഷം കഴിഞ്ഞ ഈ 10 വർഷമായിട്ട് 9 വർഷമായിട്ട് എത്ര രൂപ ഈ ആക്ച്വറിയൽ വാല്യുവേഷൻ അനുസരിച്ച് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് പെൻഷൻ ട്രസ്റ്റിൽ? ഏതാണ്ട് 30,000 കോടി രൂപ ഇപ്പോൾ കാണേണ്ടതല്ലേ. ഇനി UDF സർക്കാർ തന്നതനുസരിച്ച് ഉള്ള ഡ്യൂട്ടി ഇല്ലേ, അതൊരു 10,000 കോടി ഇല്ലേ, അത് പെൻഷൻ ട്രസ്റ്റിൽ നിക്ഷേപിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചിട്ട്, നമ്മളിപ്പം ഒരു കടയിൽ കയറി ചായ കുടിക്കുന്നു, അതിന് GST എടുക്കുന്നു. ആ GST കടക്കാരൻ
എവിടെ കൊടുക്കണം? GST ഉള്ള കടയിലാണെങ്കിൽ അവർ GST ഫയൽ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ പൈസ ഗവൺമെൻറ് അടയ്ക്കണം. അതുപോലെ 10,000 കോടി ഗവൺമെൻറ്റിൽ അടയ്ക്കേണ്ട പൈസ ഗവൺമെൻറ് നമ്മളോട് എടുത്തോളാൻ പറഞ്ഞതാണ്. അപ്പോൾ 10,000 കോടി എന്വിടെ കൊടുക്കണം? പെൻഷൻകാരോട് സ്നേഹമുണ്ടെങ്കിൽ പെൻഷൻ ട്രസ്റ്റിൽ കൊടുക്കേണ്ടതല്ലേ? അത് വകമാറ്റി ചിലവാക്കിയില്ലേ? അത് KSEBയുടെ ഒരു ബാധ്യതയാക്കി മാറ്റിയില്ലേ? അപ്പോൾ ഇപ്പോൾ പുതിയ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 50% കൊടുത്താൽ മതി എന്നാ. UDF സർക്കാരിൻ്റെ കാലത്ത് 100 കൊടുത്താൽ പിന്നെ നിങ്ങൾ 50 കൊടുക്കുമ്പോൾ നിങ്ങൾ മിടുക്കന്മാരും മറ്റുള്ളവർ വിഡ്ഢികളുമോ? അത് ശരിയല്ലല്ലോ. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ കാര്യത്തിൽ എത്തിച്ചേതു. പിന്നെ നിങ്ങൾ പണിമുടക്കി എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ പണിമുടക്ക് നോട്ടീസല്ലേ കൊടുത്തുള്ളൂ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ബഹുമാന്യ സുഹൃത്തെ. പണിമുടക്ക് നോട്ടീസ് കൊടുത്തിട്ട് നിങ്ങൾ നോട്ടീസും പിൻവലിച്ചുകൊണ്ട് ഓടിയില്ലേ കണ്ടം വഴി? ഞങ്ങളാണ് പണിമുടക്ക് നോട്ടീസ് കൊടുത്ത് പണിമുടക്കിയത്. ബോർഡിൻ്റെ ചരിത്രത്തിൽ കുറേ കാലങ്ങൾക്ക് ശേഷം ബോർഡിലെ ജീവനക്കാരുടെ വിഷയങ്ങൾക്കായിട്ട് പണിമുടക്കിയത് ഞങ്ങൾ മാത്രമാണ്. ഞങ്ങൾ പണിമുടക്കിയതുകൊണ്ടാണ് ബോർഡിന് കാര്യം മനസ്സിലായി. കാരണം ഭാവിയിൽ എല്ലാ തൊഴിലാളികളും ഇതിലേക്ക് വരുമെന്ന് ബോധ്യമുണ്ടായി. അതുകൊണ്ടാണ് ഇടയ്ക്ക് ചാറ്റൽ മഴ പോലെ ഓരോ DA തരുന്നത്. നിങ്ങളാദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇപ്പോൾ ജൂലൈയിൽ DA ആയിട്ടുണ്ട്. ഈ 6 DAയും അടുത്ത ബോർഡ് മീറ്റിങ്ങിൽ മേടിച്ചു. ഞാൻ മുമ്പേ പറഞ്ഞു, ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. നിങ്ങൾ പറഞ്ഞതിനോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളെ പുലികളെന്ന് ഞങ്ങൾ പറയും. എല്ലാവരുടെ അടുത്തും വിളിച്ച് പറയും. വർക്കേഴ്സ് അസോസിയേഷൻ നേതൃത്വം നൽകുന്ന NCCO പുലിയാണെന്ന് പറയും. ഒരെണ്ണം മേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരരുത്, തൊഴിലാളി നിങ്ങളെ കാർക്കിച്ച് തുപ്പും. അതുകൊണ്ട് നമ്മൾ തൊഴിലാളികൾക്ക് വേണ്ടി നിൽക്കുകയാണ്. നിങ്ങൾ നിൽക്കുന്നു, സമ്മതിച്ചു. നിങ്ങളും തൊഴിലാളി സംഘടനയാണ്. എല്ലാവരും തൊഴിലാളികൾക്ക് വേണ്ടി നിൽക്കണം. നമ്മുടെ അവകാശങ്ങൾ നേടിച്ചെടുക്കണം. ആരെങ്കിലും എന്തെങ്കിലും വിധി മേടിച്ചുകൊണ്ട് വരുമ്പം അവരെ വീണ്ടും ഒന്ന് ഡെസ്പാക്കാൻ വേണ്ടി, അവരെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി നമ്മൾ വേറെ പറഞ്ഞ് അവരെ ചെറുതാക്കണ്ട. ഏതായാലും വിധിയുടെ വെളിച്ചത്തെ നമുക്ക് കുടിശ്ശിക ഈ മുൻകാല ആദ്യ DAയുടെ കുടിശ്ശിക നമുക്ക് കിട്ടും. പക്ഷേ അടുത്ത രണ്ടാമത്തെ DAയുടെ കുടിശ്ശിക നിങ്ങൾ അടുത്ത ബോർഡ് മീറ്റിങ്ങിൽ അതുകൂടെ അങ്ങ് പാസ്സാക്കണം. അതുകൂടെ അടുത്ത മാസവും കൊടുക്കണം. പിന്നെ നമുക്ക് 6 DA പെൻഡിങ് വരുമല്ലോ, അത് 6 കൂടെ ഒന്ന് ഓർഡർ ആക്കണം. സന്തോഷം. നമസ്കാരം. നന്ദി. നിർത്തുന്നു.